എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 13 ശ്ലോകം 27, 28, 29, 30, 31 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 27. ജാഗ്രത് സ്വപ്ന സുഷുപ്തം ച ഗുണതോ ബുദ്ധിവൃത്തയ താസാം വിലക്ഷണോ ജീവ സാക്ഷിത്വേന വിനിശ്ചിത. ജാഗ്രത അവസ്ഥയിലിരിക്കുന്നവന് കൂടസ്ഥ നില എങ്ങനെ സിദ്ധിക്കുക എന്ന് കാണിക്കുകയാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളും ബുദ്ധിവൃത്തികളാണ്, ജീവാവസ്ഥകളല്ല. ഇത് സ്വതേ ഉള്ളവയുമല്ല, ഗുണസംബന്ധം നിമിത്തം ഉണ്ടായവയാണ്. സത്വാൽ ജാഗരണം വിദ്യാൽ രജസാ സ്വപ്നമാദിശേൽ പ്രസ്വാപം തമസാ ജന്തോ തുരീയം ത്രിഷു സന്തതം. സത്വഗുണത്താൽ ജാഗ്രത അവസ്ഥയും രജോ ഗുണത്താൽ സ്വപ്നവും തമോ ഗുണത്താൽ സുഷുപ്തിയും പ്രാണികൾക്ക് ഉണ്ടാവുന്നു. ഈ 3ലും വ്യാപിച്ചും 3ൽ നിന്നും വേറിട്ടും ഇരിക്കുന്ന 4മത്തേവനായ ജീവൻ എപ്പോഴും ഉണ്ട്. അതിനാൽ 3 അവസ്ഥകളുടെയും സാക്ഷിയായിരിക്കുന്ന ജീവൻ അവസ്ഥകളിൽ നിന്ന് ദൂരെ ഇരിക്കുന്നവനും അവസ്ഥാലക്ഷണങ്ങളില്ലാത്തതിനാൽ വിലക്ഷണനും ആകുന്നുവെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഈ സാക്ഷി ചൈതന്യമായ ജീവൻ ഞാനാകുന്നു ഉദ്ധവ. ഈ സ്വരൂപമായിരുന്നിട്ട് ഗുണചേതസ്സുകളെ ഉപേക്ഷിക്കുമ്പോൾ ഗുണസംബന്ധം നിമിത്തമുള്ള അവസ്ഥകളിൽ നിന്നും അതീതമായിരിക്കുക എന്ന കൂടസ്ഥ നില സ്വയമേവ വിളങ്ങും. യർഹി സംസ്മൃതി ബന്ധോയം ആത്മനോ ഗുണവൃത്തിത മയി തുര്യേ സ്ഥിതോ ജഹ്യാൽ ത്യാഗസ്ഥൽ ഗുണചേതസാം. ജീവന്റേതല്ലെങ്കിൽ ഞാൻ ഉറങ്ങി ഉണർന്നു എന്ന ഭാവം എങ്ങനെ വരണത് എന്ന് കാണിക്കുകയാണ്. മുകളിൽ വിവരിച്ച വിധം ഗുണങ്ങളുടെ വ്യാപാരത്തിൽ നിന്ന് അവസ്ഥകളും അത് നിമിത്തം സംസാരവും ഉണ്ടാകുന്നതിനാൽ ഗുണാതീതനായി അവസ്ഥാത്രയ വിലക്ഷണനായി കൂടസ്ഥനായിരിക്കുന്ന എന്നിൽ ഇരുന്നു കൊണ്ട് ബുദ്ധിയോടുള്ള ചേർച്ചയെ ഉപേക്ഷിക്കുമ്പോൾ ഗുണചേതസ്സുകളുടെ സംബന്ധം ഇല്ലാതായി വരുന്നു. ഈ വിവേകമില്ലാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ബുദ്ധിവൃത്തികളെ സുവൃത്തികളായിട്ട് തെറ്റായി ധരിക്കണത്. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങി ഉണർന്നു എന്നിങ്ങനെയുള്ള ഭാവം ഉണ്ടാകുന്നത്. സ്വരൂപത്തെ നന്നായി ധരിക്കുമ്പോൾ ഗുണചേതസ്സുകളുടെ ചേർച്ചയും വിട്ടുപോകും എന്ന് സാരം. അഹങ്കാരകൃതം ബന്ധുമാത്മനോർത്ഥ വിപര്യം വിദ്വാൻ നിർവിദ്യ സംസാര ചിന്താം തുര്യേ സ്ഥിതസ്ത്യജേൽ. ബുദ്ധിയുടെ വ്യാപാരങ്ങളെ സ്വവ്യാപാരങ്ങൾ എന്ന് ധരിച്ചതായ അഹങ്കാര നിമിത്തം സ്വരൂപത്തിനും മാറ്റം സംഭവിച്ചതായി ധരിച്ചു. മറ്റൊന്നിനെ താനായി ധരിക്കാൻ സ്വരൂപമായ ആനന്ദത്തെ അറിയാതെ വന്നു. ഇത് തന്നെയാണ് സംസാരം. ഇത് തന്നെ അനർത്ഥം എന്ന അറിവുള്ള വിദ്വാൻ ബുദ്ധിയോടുള്ള ചേർച്ച ദുഃഖം തന്നെ എന്ന് നിശ്ചയിച്ച് അവസ്ഥാത്രയത്തിൽ നിന്നും അതിക്രമിച്ചിരിക്കുന്ന എന്നിലിരുന്നു കൊണ്ട് സംസാര ചിന്തയെ ഉപേക്ഷിക്കണം. യാവന്നാനാർത്ഥധീ പുംസോ ന നിവർത്തേതയുക്തിഭി ജാഗർത്യ വിസ്വപന്നജ്ഞ സ്വപ്നേ ജാഗരണം യഥാ. കൂടസ്ഥ നില സിദ്ധിക്കുക എന്നത് വളരെ പ്രയാസപ്പെട്ട് സമ്പാദിക്കേണ്ടതാണ്. അതിനാൽ ശ്രമിക്കുക തന്നെ വേണം. അതിനാൽ ഗുരുവിനെ സമ്പാദിച്ച് മഹാവാക്യങ്ങൾ ശ്രവണം ചെയ്ത് അവയുടെ അർത്ഥം നന്നായി ധരിക്കുന്നതിനുപകരിക്കുന്ന യുക്തികൾ ഉപയോഗിച്ച് നാനാത്വ ബുദ്ധിയെ സമർപ്പിച്ചാലല്ലാതെ അനർത്ഥഹേതുവായ സംസാര ചിന്ത നശിക്കില്ല. വിപരീത ജ്ഞാനത്തിന്റെ നാശവും പരമാർത്ഥ ജ്ഞാനത്തിന്റെ ഉത്ഭവവും ഒന്നു തന്നെ. ഇങ്ങനെ ശ്രമിച്ച് തെറ്റായ ധാരണ കളയാതിരിക്കുന്നവൻ ഉണർന്നിരിക്കുന്നവനായാലും സ്വപ്നാവസ്ഥയിലിരിക്കുന്ന ഒരുവനോട് തുല്യനാണ്. പരമാർത്ഥ വസ്തുവിൽ ഉണർച്ച ഇവന് കിട്ടിയിട്ടില്ല. സ്വപ്നത്തിൽ ഒരാള് പദാർത്ഥങ്ങളെ കാണുന്നു എങ്കിലും അവൻ കാണുന്ന പദാർത്ഥങ്ങൾ വാസ്തവത്തിലുള്ളവയല്ല എന്ന അറിവില്ലാത്തത് കൊണ്ട് മിഥ്യാവസ്തുക്കൾ നിമിത്തം സുഖദുഃഖങ്ങള് അനുഭവിക്കുന്നത് പോലെ യുക്തികളാൽ തെറ്റായ ധാരണ കളയാതിരിക്കുന്നതുവരെ ആത്മാവിനുണ്ടെന്ന് തോന്നിയ അനർത്ഥവും നശിക്കില്ല. സ്വപ്നത്തിൽ പദാർത്ഥങ്ങളെ ഉള്ളതായിട്ട് കണ്ടവൻ തന്നെയാണ് ഉണർന്നപ്പോ ആ പദാർത്ഥങ്ങൾ ഇല്ലാത്തവയാണെന്ന്
അറിഞ്ഞതും. ഈ അറിവുണ്ടായപ്പോൾ മാത്രമേ സ്വപ്നജന്യ സുഖദുഃഖങ്ങൾ നീങ്ങി തന്റെ യഥാർത്ഥ സ്ഥിതിയിൽ എത്തിയുള്ളൂ. അതുവരെ ദുഃഖം അനുഭവിച്ചു. ഉറങ്ങിയവനും ഉണർന്നവനും ഒരാള് തന്നെ. പക്ഷേ അവസ്ഥയ്ക്ക് വളരെ ഭേദമുണ്ടായി. അതുപോലെ അജ്ഞാനം നശിച്ചാൽ മാത്രമല്ലാതെ സ്വരൂപജ്ഞാനം ഉണ്ടാവില്ല. അഥവാ സ്വരൂപത്തെ അറിഞ്ഞാലല്ലാതെ വിഷയങ്ങൾ മിഥ്യകളാണെന്ന് അറിയുകയും ഇല്ല. അതുകൊണ്ട് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുവാൻ വളരെ എളുപ്പമല്ല. പരിശ്രമിച്ച് ഈ അവസ്ഥയിലെത്തണം. എത്തിയാൽ മാത്രമേ അജ്ഞാനത്തിന്റെ സ്വഭാവത്തെ അറിയുള്ളൂ. അതിനു മുൻപ് അജ്ഞാനം തന്നെയാണ് ജ്ഞാനനിലയെ വഹിച്ചിരുന്നത്. യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുമ്പോൾ അജ്ഞാനം ഉണ്ടായതും നിലനിന്നതും നശിച്ചതും ഏതു വിധമാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഈ അജ്ഞാന സ്വരൂപമായ സുഷുപ്തിയെയും അറിഞ്ഞ ആത്മാവ് സാക്ഷിയായിരിക്കുന്നതേയുള്ളൂ. അവസ്ഥകളായിരുന്നിട്ടേ ഇല്ല എന്ന തുര്യാവസ്ഥയെ സ്വപ്നേ ജാഗരണം യഥാ എന്ന ഉപമയാൽ നന്നായി വിവരിച്ചിരിക്കുന്നു. അസത്വാത് ആത്മനോന്യേഷാം ഭാവാനാം തൽകൃതാഭിത ഗതയോ ഹേതവശ്ചാസ്യ മൃഷാ സ്വപ്നദൃശോ യഥാ. വർണ്ണാശ്രമാദി നാനാവിധ ഭേദങ്ങൾ വേദത്താൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവ എങ്ങനെയാണ് ഇല്ലാതാവുക എന്ന് വിവരിക്കുകയാണ്. ദേഹാദികളും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ എന്നീ വിധമുള്ള ജാതിഭേദങ്ങളും സ്വർഗാദി ഫലങ്ങളും അവയെ പ്രാപിക്കാൻ സാധനങ്ങളായി നിശ്ചയിച്ചിരിക്കുന്ന കർമ്മങ്ങളും ആത്മാവിനുള്ളവയല്ല. എന്തുകൊണ്ടെന്നാൽ ആത്മസ്വരൂപം നന്നായി ധരിക്കുന്നതിന് മുൻപ് മേൽപ്പറഞ്ഞ ഭേദങ്ങളെല്ലാം ഉള്ളതായി തോന്നും. എങ്കിലും സ്വരൂപജ്ഞാനം ഉണ്ടായ പിന്നെ ഇവയ്ക്ക് ആസ്പദമില്ല. ഉറക്കത്തിൽ കണ്ട പദാർത്ഥങ്ങള് ഉണരുമ്പോൾ ഇല്ലാതാകുന്നുവെങ്കിലും പരമാർത്ഥത്തിൽ ഇല്ലാത്ത പദാർത്ഥങ്ങളെ കാണാൻ ഉറക്കം കാരണമായിരിക്കുന്നു. അതുപോലെ ആത്മസ്വരൂപത്തെ അറിയാതിരുന്നത് നാനാഭേദങ്ങൾക്ക് കാരണമായി ഭവിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.